ഇതാണ് ആ സ്ഥലം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തുമായിരിക്കും. ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അവളുടെ അടുത്ത് ഇഷ്ടമെന്ന് പറയാൻ വന്നത്. ഞാൻ കുറേ ദിവസം എണ്ണ അടിക്കും, ഇവിടെ വന്ന് നിൽക്കും, അവളിങ്ങനെ പോകും. അവസാന ദിവസം ഞാനിങ്ങനെ കൈ കാണിച്ച് എന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ. അന്നാണ് അവളിങ്ങനെ വിരലൊക്കെ ചൂണ്ടി കരിപ്പിച്ചിട്ട് പറഞ്ഞത് പുറകെ നടക്കരുത്, ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, പിന്നെ അതേപോലെ പോലീസ് കേസ് കൊടുക്കും. എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വന്നിട്ടേ ഇല്ല. ഇപ്പം എനിക്കൊന്ന് 3 ആഴ്ചത്തോളമായി. ഈ ഒരു കാരണം കൊണ്ടൊക്കെ പിന്നെ വീഡിയോ ചെയ്യാനും നമുക്ക് മടിയായി. അതാണ് സംഭവം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഗുമ്മില്ലാതാവുന്ന പോലെ തോന്നുന്നു. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വായും തുറന്ന് കുറേ കാണാവുന്ന കാര്യം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുക. അത് പിന്നെ ചിലതൊക്കെ കോപ്പിറൈറ്റൊക്കെ കിട്ടും. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. എല്ലാം കൊണ്ടും മൂടങ്ങ് പോയി. എന്നിട്ട് എന്തായിരിക്കും സംഭവം എന്നറിയാമോ ചേട്ടാ? അവൾ ഉദ്ദേശിച്ചതേ എന്നെന്തോ പറയല്ലേ, എന്തോ ഈ പ്രായമാർഗം വിവരമൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ. പിന്നെ നമുക്ക് ഇതാണ് കറക്റ്റ് സംഭവം. പറയാൻ വരുന്ന കാര്യം അങ്ങ് മറന്നു പോകും. ഇപ്പോഴെങ്ങാണ് ഇതുവഴി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവും. അമ്പാടി എന്നെ കാട്ടിൽ കൂടെ കയറി ഓടി. അവള് മറ്റേ കോടതിയിലൊക്കെ പോണേ. അപ്പം കേസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് മാത്രമല്ല ഇക്വാലിറ്റി എന്നൊക്കെ പറയുമെങ്കിലും അതായത് ഒരു സംഭവമാണല്ലോ സംഭവം. എല്ലാവരും അവർ ഇങ്ങനെ വളവളാന്ന് ഇക്വാലിറ്റി അത് ഇതെന്നൊക്കെ പറയും. പക്ഷേ പെണ്ണുങ്ങൾ കേസ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നാമത് ഇങ്ങനെയുള്ള സ്ഥലം ഞാനിവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട് വരും, വണ്ടി അവിടെ മൂലയിലോട്ട് പോകും, ഇങ്ങനെ നിൽക്കും, വേറെ ഒരു ശല്യമില്ല കേട്ടോ. പിന്നെ അവൾ ഇതേപോലെ ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വന്നിട്ടേ ഇല്ല. പെൺപിള്ളേരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നെയും കുറേ നാൾ പുറകെ നടന്നിട്ടുണ്ട്. ഒരു 80% അല്ലെങ്കിൽ 50% എന്ന് വേണമെങ്കിൽ പറയാം. അതിനെങ്ങനെയാടാ, അതിന് വേറൊരു സംഭവം പറയല്ലേടാ. ഇങ്ങനെ കുറേ നാളെ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ചെയ്യുമ്പോൾ മറ്റേ ഇത് തോന്നി, എന്താ തോന്നും, കഷ്ടം തോന്നിയിട്ട് ചിലർ തിരിച്ച് പ്രേമിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് മനസ്സിലായത് നമുക്കെന്ത് യോഗ്യതയാണ് ഉള്ളത്. അവൾ ചിന്തിച്ചാണ് എന്തേലും ഒരു യോഗ്യത വേണ്ടേ പറയാൻ. അതൊന്നും ഇല്ലത് അവൾക്കും അറിയാം. അതുകൊണ്ട് അന്ന് പിന്നെ അത്രയും ചൂടായി സംസാരിച്ചത്. ഞാൻ പിന്നെ ചൂടായിട്ട് തിരിച്ച് സംസാരിക്കാനോ അല്ലെ അവൾ പറയുന്നതെല്ലാം നമ്മൾ അവിടെ ഇങ്ങനെ കണ്ണിൽ തന്നെ നോക്കി കണ്ണിലെ തിളക്കം കണ്ട് ഇങ്ങനെ കിളിവാറി. ഷോർട്ട് ഫിലിമിനകത്ത് അതേപോലെ യൂട്യൂബിൽ അതേപോലെ സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന 1 സൈഡ് ലവ് അല്ലേ ഇങ്ങനെ ലവ് അതൊക്കെ പോലെ അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫേക്കാണ് കേട്ടോ. ഞാൻ ഈ കാര്യം ഇവളുടെ അടുത്ത് വന്ന് പറയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇതേപോലെ കുറച്ച് ഷോർട്ട് ഫിലിമും പിന്നെ സിനിമയിലെ പാട്ടും അതും ഇതുമൊക്കെ കേട്ടിട്ട് അങ്ങനത്തെ ധൈര്യം സംഭരിച്ചാണെന്ന് പറയുന്നത്. പക്ഷേ അവളെ കാണുമ്പോഴത്തേക്കും അവൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, പക്ഷെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ കുറച്ച് സംഭവമൊക്കെ ആയതിനു ശേഷമാണ് വീഡിയോ ചെയ്യാൻ മടിച്ചത്. ഫുള്ളും മൂഡ് പോയി. പക്ഷേ എന്തായാലും നമ്മൾ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ആകെ മൂഡ് പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ക്യാമറ ഓണാക്കി ഫോണിങ്ങനെ തിരിച്ച് പിടിച്ച് തൊലിന്ന് കുറേ വീഡിയോ എടുത്ത് ചവറ് പോലെ അപ്ലോഡ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുവാണെങ്കിലും കുറേ
കുറ്റം പറയാ അല്ലേ എന്തേലും ബളബളാന്ന് എന്തേലുമൊക്കെ പറഞ്ഞ് കുറേ തൊലിഞ്ഞ ഇടപാട് എന്തോ അങ്ങ് ഫുള്ള് അത് നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് മനസ്സിലുണ്ടാകുന്നതായിരിക്കും. എല്ലാ ഒരു സംഭവമായി വീഡിയോസ് ചെയ്യുമ്പം നമ്മുടേതായ രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു. പക്ഷേ ഇപ്പോൾ റീലിനും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ട് ആകെ ഒരു പണി അതാണ്. അങ്ങനെ സമയം പോക്ക്. എന്നിട്ട് റീലിനകത്ത് കണ്ട് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീക്കിലി 3 വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റാവുമെന്ന്. ഒരുത്താൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം വന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഭയങ്കര ധൈര്യമായിരുന്നു, ധൈര്യം എല്ലാം സംഭരിച്ചാണെന്ന് പറഞ്ഞത്. പിന്നെ അവൾ വേറെ ഒന്നുകൂടെ വിചാരിച്ചു കാണും. ഇപ്പോഴാണേലും കല്യാണം കഴിക്കുന്ന കുറേ മണ്ടന്മാർക്കാണേലും വീട്ടുകാർക്കാണേലും കല്യാണം കഴിച്ചു കൊടുക്കുന്നവർക്കാണേലും ഇതറിയത്തില്ല. ഇവരെല്ലാം വിചാരിക്കുന്ന ഒരു മാംസക്കച്ചവടം അങ്ങനെ അവൾ വേണേൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. മാംസക്കച്ചവടം, അതേപോലെ ഈ സെക്ഷലി എന്തെങ്കിലും, അതേപോലെ അത് മാത്രം വെച്ചിട്ടായിരിക്കും പ്രേമിക്കുക, കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ള ചിന്തയും. ഇപ്പോഴത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ 27, 30, 35 വയസ്സൊക്കെ കഴിഞ്ഞ് ഒക്കെ കല്യാണം കഴിക്കണമെന്നുള്ള ഇതിലാണ്, കാശുണ്ടാക്കണം എന്നുള്ള ഇത്. 9 to 5 ജോബൊക്കെ ചെയ്ത് നമുക്കും ആ ഒരു മൈൻഡൊക്കെ അങ്ങ് വന്നു കേട്ടോ. 9 to 5 ജോബൊക്കെ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി, വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കാമെന്നൊക്കെ വിചാരിച്ച് അവൾ ഇതേപോലെ 9 to 5 ജോബിന് പോയാൽ എങ്ങനെ. പിന്നെ ഇവർ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കല്യാണം സത്യം പറഞ്ഞാൽ കഴിക്കുന്ന എന്തിനാ? ആദ്യരാത്രി തന്നെ കയറുക, എന്തെങ്കിലും സെക്സ് ഒക്കെ ആക്കുക, അതേപോലെ അടുത്ത 9 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടികൾ 3-4 പിള്ളേർ ആകുക, എന്നിട്ട് അതിന് പ്രാരാബ്ധമായിട്ട് തെക്ക് വടക്ക് നടക്കുക, അവരെ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് വിചാരം എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അവൾക്കും ഇപ്പം സെറ്റിൽഡ് ആവണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലും. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, യോഗ്യത വെച്ചിട്ടായിരിക്കും അവൾ ഇങ്ങനെ സംസാരിച്ചത്. എനിക്കൊരു യോഗ്യതയില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. ശരിയെന്നാ എന്തെങ്കിലും പറയാൻ ഉള്ളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോക്കകത്തൊക്കെ പറയാം.